ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ലിങ്കുകളും കാർഡുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതെനിക്കറിയില്ല. പോലീസ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഈ തൂഫാൻ നോഡൽ ഓഫീസർ മാറ്റിയിട്ടുണ്ട്. പുട്ടവിമലാദിയെ മാറ്റിയെന്ന് പറയപ്പെടുന്നു. അത്തരം പുട്ടവിമലാദിത്യ ഒരു മാസത്തേക്ക് അവധി എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗാർഹികമായ ചില കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം എടുത്തിട്ട് ഇപ്പോൾ 1.5 ആഴ്ചയായി. അപ്പോൾ അതിന് പകരം ഒരാളിനെ വെക്കണമല്ലോ സ്വാഭാവികമായിട്ടും. 1.5 മാസക്കാലം അദ്ദേഹം ആന്ധ്രയിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീടുമായി ബന്ധപ്പെട്ട ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തില്ല, ചില പ്രശ്നങ്ങളുകൊണ്ട് അദ്ദേഹം പോയതാണ്. അപ്പോൾ അതിന് പകരം ഒരാളെ ചാർജ് ഏൽപ്പിച്ചതുള്ളൂ. അദ്ദേഹം മടങ്ങി വന്നാൽ അദ്ദേഹം തന്നെ തുടരും. അല്ല, ഇതുവരെ അത് തീരുമാനിച്ചിട്ടില്ല അതിനെപ്പറ്റി. വരട്ടെ. എല്ലാം ആയിട്ടുണ്ട്. എല്ലാം ആയിക്കോളും. ഇന്ന് നാളെ കൊണ്ട് ആയിക്കോളും. ഓപ്പറേഷൻ തുഫാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ട. പ്രതിപക്ഷ നേതാവ് ഇതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. ഇത് നാടിനെ രക്ഷിക്കാനുള്ള പ്രവർത്തനമല്ലേ. അദ്ദേഹത്തെ പോലൊരു വ്യക്തി 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം ഇതിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. ആരെങ്കിലും ഒരാളെ എവിടെങ്കിലും പാർട്ടി ബന്ധമുണ്ടെന്ന് കരുതി ആ പദ്ധതി മുഴുവൻ ഇല്ലാതാകുമോ? ഒരിക്കലുമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരവന് നിയമം അനുസരിച്ചുള്ള നടപടി നേരിടേണ്ടി വരും. അവർക്കൊരു സംരക്ഷണം കൊടുക്കില്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇതിനകത്ത് ഏത് പാർട്ടിക്കാരാണെങ്കിലും അവരെല്ലാം ഒരുപോലെയാണ്. ഗവൺമെൻറ് മുമ്പിൽ ഒരുപോലെയാണ്. കുറ്റകൃത്യം ആര് ചെയ്താലും അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. അതുകൊണ്ട് ഓപ്പറേഷൻ തുഫാൻ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ആര് തെറ്റ് ചെയ്താലും അവരുടെ പേരിൽ നടപടി ഉണ്ടാകും.